അധ്യായം 66 സൂറത്തു തഹ്രീം. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 12. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗീ മർദാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ, സ്വന്തം ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് താങ്കൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നതിനെ എന്തിനു നിഷിദ്ധമാക്കുന്നു? അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. قد فرض الله لكم تحلة أيمانكم والله مولاكم وهو العليم الحكيم. നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ രക്ഷാധികാരിയാണ്, അവൻ സർവജ്ഞനും യുക്തിമാനുമാകുന്നു. وَإِذْ أَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ حَدِيثًا فَلَمَّا نَبَّأَتْ بِهِ وَأَظْهَرَهُ اللَّهُ عَلَيْهِ عَرَّفَ بَعْضَهُ وَأَعْرَضَ عَن بَعْضٍ فَلَمَّا نَبَّأَهَا بِهِ قَالَتْ مَنْ أَنبَأَكَ هَذَا قال نبأني العليم الخبير. തന്റെ ഭാര്യമാരിൽ ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്നിട്ട് അവർ മറ്റൊരാളോട് അത് സംബന്ധമായി വിവരമറിയിക്കുകയും അള്ളാഹു അദ്ദേഹത്തിന് നബിക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ചില ഭാഗം നബി അവരെ അറിയിച്ചു, ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. അങ്ങനെ നബി അതിനെപ്പറ്റി അവർക്ക് വിവരം നൽകിയപ്പോൾ അവർ ചോദിച്ചു, ആരാണ് അങ്ങേക്ക് ഈ വിവരം അറിയിച്ചു തന്നത്? നബി പറഞ്ഞു, സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമായ അള്ളാഹു എനിക്ക് വിവരം അറിയിച്ചു തന്നിരിക്കുന്നു. إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടും. നിങ്ങളുടെ ഹൃദയങ്ങൾ തെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെതിരെ പരസ്പരം സഹായിക്കുകയാണെങ്കിലോ നിങ്ങൾ അറിയുക, തീർച്ചയായും അള്ളാഹുവാണ് അദ്ദേഹത്തിന്റെ സഹായി. ജിബ്രീലും സത്യവിശ്വാസികളിലെ സദ്വൃത്തരും അദ്ദേഹത്തിന്റെ സഹായികളാണ്. അതിനു പുറമെ മലക്കുകളും സഹായികളാകുന്നു. عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. നബിയുടെ പത്നിമാരെ, നിങ്ങളെ നബി വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ ഉത്തമ ഭാര്യമാരെ തന്റെ റബ്ബ് ഭർത്താവായ നബിക്ക് പകരമായി നൽകിയേക്കാം. അതായത് അള്ളാഹുവിനെ അനുസരിക്കുന്നവരും സത്യവിശ്വാസിനികളും ഭക്തിയുള്ളവരും പശ്ചാത്തപിക്കുന്നവരും ആരാധിക്കുന്നവരും വ്രതമനുഷ്ഠിക്കുന്നവരും വിധവകളും കന്യകളുമായ സ്ത്രീകളെ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله
لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സത്യവിശ്വാസികളെ, സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിച്ചുകൊള്ളുക. അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാകുന്നു. അതിന്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവമുള്ളവരും ശക്തരുമായ മലക്കുകളുണ്ടായിരിക്കും. തങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങളിൽ അള്ളാഹുവിനെ അവർ ധിക്കരിക്കുകയില്ല. തങ്ങളോട് കൽപ്പിക്കപ്പെടുന്നതെല്ലാം അവർ പ്രവർത്തിക്കും. يا أيها الذين كفروا لا تعتذروا اليوم إنما تجزون ما كنتم تعملون. സത്യനിഷേധികളെ, ഇന്ന് നിങ്ങൾ ഒഴിവുകഴിവ് ഒന്നും പറയണ്ട. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലം മാത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്ന് സത്യനിഷേധികളോട് പറയപ്പെടും. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചു മടങ്ങുക. എന്നാൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരികയും താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. നബിയെയും നബിയോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചവരെയും അള്ളാഹു അപമാനിക്കാത്ത ദിവസം ആണതുണ്ടാവുക. അവരുടെ പ്രകാശം അവരുടെ മുമ്പിൽ കൂടിയും വലതുഭാഗങ്ങളിൽ കൂടിയും പാഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തിയാക്കി തരികയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യണമേ. തീർച്ചയായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണല്ലോ എന്നവർ പറയും. يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. നബി, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും താങ്കൾ സമരം ചെയ്യുകയും അവരോട് പരുഷമായി വർത്തിക്കുകയും ചെയ്യുക. അവരുടെ വാസസ്ഥലം നരകമാണ്. മടങ്ങിയെത്തുന്ന ആ സ്ഥാനം വളരെ ചീത്ത. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. നൂഹ് നബിയുടെ ഭാര്യയുടെ സ്ഥിതിയെയും ലോത്ത് നബിയുടെ ഭാര്യയുടെ സ്ഥിതിയെയും സത്യനിഷേധികൾക്ക് ഒരു ഉദാഹരണമായി അള്ളാഹു എടുത്തു കാണിക്കുകയാണ്. ആ രണ്ട് സ്ത്രീകളും നമ്മുടെ അടിമകളിൽപ്പെട്ട സദ്വൃത്തരായ രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു. എന്നിട്ട് ആ രണ്ട് സ്ത്രീകൾക്കും അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും ആ രണ്ടാളും തടഞ്ഞില്ല. നിങ്ങൾ കടക്കുന്നവരോടൊപ്പം നിങ്ങൾ രണ്ടുപേരും കടന്നുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്തു. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി ഫിർഔന്റെ ഭാര്യയെ അള്ളാഹു എടുത്തു കാണിക്കുന്നു. എന്റെ റബ്ബേ, നിന്റെ അടുത്ത് സ്വർഗത്തിൽ എനിക്കൊരു വീട് നിർമ്മിച്ചു തരേണമേ. ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. അക്രമികളായ ജനതയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് അവർ പറഞ്ഞ സന്ദർഭത്തിൽ, ومريم ابنة عمران التي
أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഇമ്രാന്റെ മകൾ മറിയമിനെയും അള്ളാഹു ഒരു ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു. തന്റെ ഗുഹ്യസ്ഥാനം അവർ സൂക്ഷിക്കുകയും അങ്ങനെ നമ്മുടെ ആത്മാവിനെ നാം അതിൽ ഊതുകയും ചെയ്തു. തന്റെ റബ്ബിന്റെ വചനങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുകയും ചെയ്തു. അവർ ഭക്തരിൽപ്പെട്ടവരായിരുന്നു താനും.